നമുക്കിന്ന് ദൈവത്തിൻ്റെ വചനം, ഇന്നത്തെ ഒരു ചെറിയ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടിയിട്ട് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇന്ന് ചിന്തിച്ച് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. വളരെ ചുരുങ്ങിയൊരു നിമിഷം മാത്രമാണ് നമുക്കുള്ളത്. ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു, ശിഷ്യന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ, ഒത്തിരി പ്രാവശ്യം വായിച്ചിരിക്കുന്ന മേഖലയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 26 മുതൽ വാക്യങ്ങൾ. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട്, അതിനുശേഷം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ തോമസിൻ്റെ ആ വിശ്വാസത്തെ ഉറപ്പിക്കുക എന്നുള്ളൊരൊറ്റ മേഖലയുമായിട്ടാണ് യേശുക്രിസ്തു എന്ത് ചെയ്യുന്നത്? തോമസിൻ്റെ സംശയം മാറ്റാനാണ് യേശുക്രിസ്തു കടന്നു വരുന്നത്. നമ്മളിത് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു വിഷയമാണ്. 12 പേരിൽ ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ട തോമസ് ഉണ്ടായിരുന്നില്ല അവിടെ. എവിടെ? അതിന് മുൻപ് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ. അപ്പോൾ വീണ്ടും യേശുക്രിസ്തു കടന്നു വരികയാണ്. തോമസ് അവിടെ ഉള്ള നിമിഷം തന്നെ യേശു കടന്നു വന്നിട്ട് ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു അവർക്ക് പ്രത്യക്ഷനായി. ആദ്യം വിളിക്കുന്ന ആരെയാണ്? തോമസിനെയാണ്. തോമസേ, നീ കടന്നു വരിക. നീ എന്ത് ചെയ്യണം? എൻ്റെ പാർശ്വങ്ങളിൽ നീ എന്ത് ചെയ്യണം? നീ കൈയിടണം. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകണം. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് അത് തന്നെയാണ്. അവിശ്വാസിയാകാതെ വിശ്വാസിയാകണം. ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ, അവൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ആ യേശുവിനെ സ്വീകരിക്കുവാൻ ചില ഹൃദയങ്ങളെ ഇന്ന് കർത്താവ് പരിവർത്തനം ചെയ്യണം എന്നൊരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു മെസ്സേജാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. ആമേൻ, ഹല്ലേലൂയ. ആരാണ് ആദ്യമായിട്ട് യേശുവിൻ്റെ ശവകുടീരം സന്ദർശിക്കാൻ വന്നത്? മഗ്ദലേന മറിയമാണ് അല്ലേ? യഥാർത്ഥത്തിൽ മഗ്ദലേന മറിയം വരുമ്പോൾ 1-2 കാര്യങ്ങൾ അവൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. കാരണം യേശുവിനെ കാര്യമായ തൈലം പൂശാൻ കഴിയാത്തത് കൊണ്ട് ഒരു യഹൂദ ആചാരപ്രകാരം എന്ത് വേണം? അവൻ്റെ സംസ്കാരം കുറച്ചും കൂടി ആർഭാടമാകണം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പിറ്റേ ദിവസം സാബത്താകയാൽ അവരത് വെയിറ്റ് ചെയ്തു. സാബത്തിൻ്റെ പിറ്റേ ദിവസം, അതായത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ 3-ാമത്തെ ദിവസം, അവൻ ഉയർപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യാശയിലല്ല, ഒരു പ്രതീക്ഷയിലല്ല അവർ കടന്നു വരുന്നത്. പകരം അവൻ്റെ ശവശരീരം എന്ത് ചെയ്യണം? ഒന്നുകൂടി സുഗന്ധദ്രവ്യം കൊണ്ട് പൂശണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. നമ്മൾ മറ്റൊരു വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ആര് നമുക്ക് കല്ല് മാറ്റി തരും? നമ്മളെങ്ങനെ അതിൻ്റെ അകത്ത് പ്രവേശിക്കും? ഈ ഒരു പ്രതിസന്ധി അവരുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല 3 ദിവസം കാവൽക്കാരുണ്ട് എന്നുള്ളൊരു പ്രതിസന്ധിയും അവരുടെ മുൻപിലുണ്ട്. ഇതെല്ലാം നിൽക്കുകയെ മഗ്ദലേന മറിയം എന്ത് ചെയ്യാണ്? അവിടേക്ക് നടന്നു പോവുകയാണ്. ഒരു പ്രതീക്ഷയോടെ, ഒരു പ്രത്യാശയോടെ അവൾ കടന്നു പോവുകയാണ്. പക്ഷേ നിങ്ങൾ നേരെ തിരിച്ചു നോക്കിക്കോ, ശിഷ്യന്മാർ ഒരാളും ഈ ഒരു സാഹസത്തിന് മുതിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ യേശു ഉയർപ്പിക്കപ്പെടും എന്നുള്ള സത്യം യേശു പറഞ്ഞിരുന്നു അല്ലേ? യേശു അവരുടെ മുൻപിൽ പറഞ്ഞിരുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം അതിൻ്റെ 16-21 ഒന്ന് വായിക്കാമോ? അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. ഇത് ആരോടാ പറഞ്ഞേ? അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക്. അപ്പോൾ മുതൽ, നിങ്ങൾ പുറകോട്ടൊന്ന് പരിശോധിച്ചാൽ ഇത് എപ്പോൾ മുതൽ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? അപ്പോൾ മുതൽ ഇത് യേശു വന്നപ്പോൾ തന്നെ പറഞ്ഞോ? ഇല്ല. അവർക്ക് വിശ്വാസം സ്വീകരിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് അവരുടെ പഠിപ്പുകൾ അല്ലെങ്കിൽ അറിവുകൾ വളർത്തിയെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് യേശു എന്ത് ചെയ്യുന്നത്? അത് പറയുന്നത്. കാനായിലെ കല്യാണ നാളിൽ യേശു പറഞ്ഞത്. യേശു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ശിഷ്യന്മാരെ, ഞാൻ ആരാണെന്നാണ് പറയുന്നത്? ഈ ചോദ്യം ചോദിച്ച്, നീ പ്രവാചകനാണ്, നീ ഉന്നതനാണെന്നൊക്കെ പറഞ്ഞ് ആ ചോദ്യത്തിനൊന്നും മതിയാവാതെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ മിശിഹായാണെന്ന് അവർ അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ, അതാണ് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പരിശോധിച്ചാൽ, അപ്പോൾ മുതൽ യേശു എന്ത് ചെയ്തു? ഞാൻ ക്രൂശിക്കപ്പെടുമെന്നും ഞാൻ അധികാരികളാൽ പിടിക്കപ്പെടുമെന്നും ഞാൻ മരണപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർപ്പിക്കപ്പെടുമെന്നും യേശു എന്ത് ചെയ്തു? ശിഷ്യന്മാരെ അറിയിക്കാൻ തുടങ്ങി. ശിഷ്യന്മാർ വിശ്വസിച്ചോ ഇല്ലയോ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 18 ഒരു വാക്യങ്ങളൊന്ന് വായിക്കാം. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. വായിച്ചോ. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസ്സാ സമർപ്പിക്കുകയാണ്. ഇത് ആര് പഠിപ്പിച്ചതാ? യേശു പഠിപ്പിച്ചതാ. അത് ആരും അപഹരിക്കുന്നതല്ല, ഞാൻ സ്വയമേ എന്ത് ചെയ്യാണ്? എൻ്റെ ജീവൻ ഞാൻ വിട്ടുകൊടുക്കുകയാണ്.
അത് നമുക്കറിയാം. യേശു തിരിച്ച് ബഥാനിയയിലേക്ക് വരാൻ പോകുമ്പോൾ ആ സമയത്ത് ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഇപ്പം തന്നെ അവന്മാർ നിന്നെ കൊല്ലാൻ നിൽക്കുക, നീ ഇപ്പം അങ്ങോട്ട് പോകണോ, ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ. യേശു പറഞ്ഞു, അങ്ങനെയല്ല, പകലിന് അതിൻ്റേതായ സമയമുണ്ട്, എൻ്റെ പ്രവൃത്തി അത് നടന്നുകൊണ്ടിരിക്കും, നമുക്ക് എന്ത് ചെയ്യാം, പോകാം, ഇപ്പോൾ അന്ധകാരത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു എന്ത് ചെയ്യുന്നത്, അവിടോട്ട് തിരിച്ചു പോകുന്നത്. കാരണം തൻ്റെ ജീവൻ സ്വയം വിട്ടുകൊടുക്കാൻ യേശു ഇതാ തയ്യാറായിരിക്കുക. യേശുവിന് വിചാരണ ചെയ്യപ്പെടുമ്പോൾ നിന്റെ മേൽ സർവ്വ അധികാരവും എനിക്കുണ്ട് എന്ന് പറയുന്ന ആ അധികാരിയോട് യേശു പറയുക, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടാതെ ഒരധികാരവും എൻ്റെ മേലില്ല, ഞാൻ നൽകാത്ത ഒരധികാരവും നിനക്കിപ്പോൾ എൻ്റെ കയ്യിലില്ല, ഞാനത് നിനക്ക് വിട്ടു തന്നതാ, ഞാനത് എന്ത് ചെയ്യും, ഞാൻ തിരിച്ചെടുക്കുമെന്ന് യേശു പഠിപ്പിക്കുക. പക്ഷേ ശിഷ്യന്മാർക്ക് ഈ ബോധ്യം ഉണ്ടായോ? ശിഷ്യന്മാർക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്തേനെ, 3-ാം ദിവസം കല്ലറയുടെ മുമ്പിൽ കാവൽ നിന്നേനെ. കാവൽ നിന്നില്ല അല്ലേ, അല്ലെങ്കിൽ ഓടിച്ചെന്നില്ല. ആരാ പോയത്? മഗ്ദലേനക്കാരി മറിയമാണ് പോയത്. അവളും യേശു ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസത്തിലല്ല അവൾ പോയത്. പകരം എന്തിനാ അവൾ പോയത്? അവൾ സുഗന്ധതൈലം പൂശാൻ വേണ്ടി പോയതാ. പക്ഷെ എന്നാൽ പോലും അവൾ ചില പ്രത്യാശകൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. 2 പ്രത്യാശയാ. കല്ല് മാറ്റി തരാൻ ആരാ ഉള്ളത്? പടയാളികൾ അവിടെ ഉണ്ട്. ഈ 2 പ്രതിസന്ധി അവളുടെ മുൻപിലുണ്ടായിട്ടും ആ പ്രതിസന്ധിയെ മാറ്റി വെച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്യുക? ക്രിസ്തുവിനോടുള്ള സ്നേഹം അവൾ പ്രകടിപ്പിക്കുകയാണ്. സുഗന്ധതൈലം എടുത്ത് അവളും മറ്റേ മറിയവും കൂടി യേശുവിൻ്റെ കല്ലറയ്ക്ക് മുൻപിലേക്ക് അവൾ നടന്നെടുത്തു എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശ്വസിക്കാൻ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്, പല മേഖലകളും അല്ലേ. തോമസിനെ പോലെ നമ്മളും പറയുന്നുണ്ട്, കർത്താവേ ഞാൻ കണ്ടേ വിശ്വസിക്കത്തുള്ളൂ, നീ അത് കാണിച്ച് തരണമെന്ന് നമുക്കും വേണമെങ്കിൽ വാശി പിടിക്കാം, കുഴപ്പമൊന്നുമില്ല. ദൈവത്തിൻ്റെ ദൂതന്മാരിലൂടെ അല്ലെങ്കിൽ ദൈവത്തിലൂടെ തന്നെ നമുക്ക് ചില വെളിപ്പാടുകൾ ഉണ്ടാകണമെന്ന് ഒരു ബോധ്യത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ലഭിച്ചു കഴിഞ്ഞാൽ, ദൈവിക സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്തിരിഞ്ഞു പോകരുത്, പിന്നെ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. തോമസിൻ്റെ മുൻപിൽ യഥാർത്ഥത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. തോമസിന് വേണ്ടി മാത്രം അവൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ കണ്ടേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് യേശു പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ പ്രത്യക്ഷപ്പെട്ട യേശുവിൻ്റെ മുൻപിൽ ഞാൻ നിൻ്റെ പാർശ്വത്തിൽ വിരലിടാൻ വരുമെന്ന് പറഞ്ഞില്ല തോമസ്, അല്ലേ? പറഞ്ഞില്ല. യേശു പറഞ്ഞു, നീ എൻ്റെ പാർശ്വത്തിൽ വിരലിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാകാം. ഉടനടി തൊട്ടടുത്ത വാക്യം നമ്മൾ കാണുന്നുണ്ട്. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എൻ്റെ കർത്താവ് എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നത് കുരിയോസ് എന്ന വാക്കാണ്. കൃത്യമായി തോമസ് പറഞ്ഞു, എൻ്റെ യഹോവേ, എൻ്റെ ദൈവമേ, നീയാണ് യഥാർത്ഥ ദൈവമെന്ന് തോമസ് ഇതാ പ്രഖ്യാപിക്കുകയും വിശ്വാസം ഏറ്റുപറയുകയും അത് പ്രൊക്ലെയിം ചെയ്യുമെന്നത് തോമസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാനത് അങ്ങനെ തന്നെ എഴുതി വെച്ചത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതായത് യഥാർത്ഥത്തിൽ ദൈവമേ എന്നുള്ളൊരു വാക്ക് തിയോസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് എന്ന വാക്ക് കുരിയോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കുരിയോസ് എന്നുള്ളത് എന്തിൻ്റെ ട്രാൻസ്ലേഷനാണ്? YHWH, യഹോവ എന്ന വാക്കിൻ്റെ ട്രാൻസ്ലേഷനായിട്ടാണ് ഇപ്പുറത്ത് കിടക്കുന്നത് കർത്താവ്. അതായത് ദൈവമെന്ന് തന്നെ, അതായത് 2 പ്രാവശ്യവും അവൻ വിളിച്ചു പറയുന്നത് എൻ്റെ യഹോവേ, എൻ്റെ ദൈവമേ എന്ന് തന്നെ അവൻ പ്രസ്താവിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, ഇവൻ എൻ്റെ ദൈവമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ പിന്നീട് പോയി വിരലിടാൻ നോക്കിയോ? അവൻ അവിശ്വാസിയായോ? ഇല്ല. അവൻ വിശ്വാസത്തിൻ്റെ പൂർണ്ണത അവൻ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ അവൻ ഏറ്റെടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. വീണ്ടും മത്തായി സുവിശേഷം 28-ന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. ശ്രദ്ധിക്കണേ, അതായത് 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. മഗ്ദലേന മറിയവും മറ്റേ മറിയവും യേശുവിൻ്റെ കല്ലറയിലേക്ക് നടന്നെടുക്കുകയാണ്. എന്നാൽ കല്ലറ കാണാൻ ചെന്നപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ കല്ല് ഉരുട്ടി മാറ്റി. അപ്പോൾ 2-3 കാര്യങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ ദൂതൻ അവിടെ എന്ത് ചെയ്തു? ഇവർക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റി എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്, അല്ലേ? ഈ കല്ലുരുട്ടി മാറ്റിയത് എന്തിനായിരിക്കും? യേശുവിന് പുറത്തേക്ക് വരാനാണോ? യേശു ക്രിസ്തുവിന് കല്ലറയിൽ, കാരണം അവൻ കല്ലറയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല പുറത്ത് എന്ത് ചെയ്യാണ്? പുറത്ത് 2 കാര്യങ്ങളുണ്ടല്ലേ. ഒരു ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മുദ്രയുണ്ട്, ഒരു ഇമ്പീരിയൽ മുദ്ര അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. റോമൻ അധികാരത്തെ എതിർക്കാൻ കഴിയത്തില്ല, അല്ലേ? ആ ഇമ്പീരിയൽ മുദ്ര പൊട്ടണം. മാത്രമല്ല കർത്താവിന് എന്ത് വേണം? പുറത്ത് വരണം. മഗ്ദലേന മറിയത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടണം. കാരണം എന്താ? അവൻ കല്ലറയുടെ അകത്താണ്. ഇതാണ് നമ്മുടെ വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ഇതാണ്. യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഭൂകമ്പം ഉണ്ടായത്? ആർക്ക് വേണ്ടിയിട്ടാണ് കല്ലറ പിളർക്കപ്പെട്ടത്? ആർക്ക് വേണ്ടിയിട്ടാണ് ദൂതൻ അത് മാറ്റിവെച്ചത് എന്നുള്ളതൊന്ന് ചിന്തിച്ചേ. നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഒഴിഞ്ഞ കല്ലറ ആര് കാണണം? വിശ്വാസികൾ അല്ലെങ്കിൽ ശിഷ്യന്മാർ കാണണമെന്നുള്ളത് കൊണ്ടാണ്.
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശിഷ്യന്മാർ യേശു ഉയർപ്പിക്കപ്പെട്ടു, യേശു ഉയർപ്പിക്കപ്പെട്ടു, യേശു പിന്നീട് ശിഷ്യന്മാർക്ക് വന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുക. ശിഷ്യന്മാരത് വിശ്വസിക്കുകയും ചെയ്തു. ഇവർ പോയിട്ട് ഈ കല്ലറ തുറന്ന് നോക്കൂ. കാരണം എന്താ, അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മുദ്ര കിടക്കുന്നുണ്ട്. ശിഷ്യന്മാർ പോയി ധൈര്യപ്പെടുമോ അതിൻ്റെ പുറത്ത് പോയി നോക്കാനായിട്ട്? ഇല്ല. പക്ഷെ പത്രോസും യോഹന്നാനും ഓടി വന്ന് അതിൻ്റെ അകത്തത് കണ്ട് സാക്ഷ്യം സ്വീകരിച്ച് അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്നൊരു ബോധ്യം അവർക്ക് ലഭിക്കുകയും അതിൻ്റെ പൂർണ്ണതയിൽ അവർ ഇനി എന്ത് ചെയ്യണം? ലോകത്തോട് ഇതാ അവൻ ഉയർപ്പിക്കപ്പെട്ടു, മരിച്ചവരുടെ ഇടയിൽ അവൻ ഇനി നോക്കണ്ട, അവനോ ഉയർപ്പിക്കപ്പെട്ടു, ഹീസ് റൈസൺ എന്നൊരു വാക്യം അവർ പ്രഘോഷിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് ഇതാ കല്ലറ പിളർക്കപ്പെടുകയാണ്. അത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, അല്ലാതെ യേശു ക്രിസ്തുവിന് പുറത്തു വന്ന് പ്രത്യക്ഷപ്പെടാനോ അവന് പുറത്തു വന്ന് ഇതാ ഞാൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല കല്ലറ പിളർക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഭൂകമ്പം ഉണ്ടാകുന്നത്, ദൂതൻ ആ കല്ലുരുട്ടി മാറ്റുന്നതും ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാ, നമുക്കൊരു സാക്ഷ്യമാകാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടും നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ? അവനെ മരിച്ചവരുടെ ഇടയിൽ തപ്പിയടക്കുക, മരിച്ചവരുടെ ഇടയിൽ തപ്പിയടക്കുക. എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നമ്മളവൻ തപ്പണേ? സാധാരണ നമ്മുടെ ഇടയിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 7ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫർമാർക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നൊരു പരിപാടിയാണ് ഈ മരണമെന്ന് പറഞ്ഞൊരു പരിപാടി. പെട്ടെന്ന് പൈസ കിട്ടി പെട്ടെന്ന് ഞങ്ങളുടെ വർക്ക് തീർക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് മരണം. ആദ്യകാലത്തൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു മരണത്തിന് പോകാൻ. കാരണം പ്രത്യേകിച്ച് വേറെ വലിയ ടെൻഷനൊന്നുമില്ല. നമ്മൾ ക്യാമറ എവിടെയെങ്കിലും സ്റ്റാൻഡിൽ കൊണ്ടു നോക്കിയാൽ കുറേ പേര് വന്ന് കരയും, കുറേ പേര് ഒന്ന് റീത്ത് വയ്ക്കും, അതിൻ്റെ അപ്പുറത്തോട്ട് പോകും. 2 ദിവസം കഴിയുമ്പോൾ നമ്മളിതങ്ങനെ ത്രൂ ഔട്ട് വലിയ എഡിറ്റിംഗ് ഒന്നും വേണ്ട, അല്ലേ? വലിയ മോഡിഫിക്കേഷൻ ഒന്നും വേണ്ട, ആകാശത്ത് നിന്ന് പറന്നു വരുന്ന സാധനമൊന്നും വേണ്ട. ഉള്ളത് അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ ആ കാശ് വാങ്ങിച്ച് 7ൻ്റെ അന്ന് ഒരു ചെറിയ ആൽബം കൊടുത്ത് കുറച്ച് ഫോട്ടോസും കൊടുത്ത് കൊള്ളാവുന്നൊരു നല്ല ഫ്രെയിമും കൊടുത്ത് നമ്മൾ പൈസയും വാങ്ങിച്ച് പോക്കറ്റിലിട്ട് നമ്മൾ തിരിച്ചു പോരാം. വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം 7ൻ്റെ അന്ന് നമ്മൾ എന്ത് ചെയ്യും? മക്കളെല്ലാവരും കൂടി ഒരു കണക്കൊക്കെ പറഞ്ഞ് ഈ പരിപാടി ക്ലോസ് ചെയ്ത് അപ്പൻ്റെ എല്ലാ പരിപാടി അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു വരും, അല്ലേ? 4 മക്കളുണ്ടെങ്കിൽ 4 പേരും കൂടി ഈക്വൽ വീതം വെച്ച് ഈ കണക്ക് കൊണ്ട് തീർക്കാനായിട്ട് അവർക്ക് സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. ഞങ്ങളെപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് അത്. നിങ്ങൾ ശ്രദ്ധിക്കുക, 7ാമത്തെ ദിവസത്തിന് മുൻപ് അല്ലെങ്കിൽ 7ൻ്റെ ചടങ്ങിൻ്റെ മുൻപ് മക്കൾക്കൊരു നിർബന്ധമുണ്ട്. അന്ന് വരെ ഈ അപ്പൻ്റെ നല്ലൊരു ഫോട്ടോ തപ്പി ഇവന്മാർ നടന്നിട്ടുണ്ടാവില്ല, അല്ലേ? ഒരെണ്ണം പോലും നടന്നിട്ടുണ്ടാവില്ല. ഈ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങോട്ട് നല്ലൊരു ഫോട്ടോ വേണമെന്ന് ഈ മോന് ചിന്ത ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലേ? ഒറ്റണത്തിനും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതിനൊന്ന് ചിരിച്ച് ഇതിനൊന്ന് മേക്കപ്പ് ചെയ്ത് ഈ അപ്പനെ ഒന്ന് നല്ല രീതിയിൽ നിർത്തിയൊരു ഫോട്ടോ എടുക്കണമെന്ന് ഒരൊറ്റ മക്കൾക്കും ചിന്ത ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ചത്ത് കഴിയുമ്പോൾ ആൽബം തപ്പല. അപ്പുറത്തെ എളാപ്പൻ്റെ വീട്ടിലെ കൊച്ചിൻ്റെ കല്യാണത്തിന് അപ്പം നന്നായിരുന്നോ, ചിരിച്ചോ? ഇപ്പുറത്തെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് അപ്പം ചിരിച്ചാണോ ഇരുന്ന് എന്നൊക്കെ ഇങ്ങനെ തപ്പല. ഏതിലാ അപ്പൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ മുഖം പ്രസാദിക്കുന്ന, ഏതാ നല്ല രൂപം എന്നിങ്ങനെ ആൽബം തപ്പി കണ്ടുപിടിച്ച് ഇത് കൊണ്ടുവന്ന് കൊടുത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ഫ്രെയിം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെക്കും, അല്ലേ? 2 തിരിയൊക്കെ കത്തിച്ച് പറ്റിയ ഒരു സീറോ ബൾബൊക്കെ ഇട്ട് കൊള്ളാവുന്നൊരു മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് നമ്മളവിടെ വെക്കും. കാരണം എന്താ? അപ്പൻ മരിച്ചു. ഈ മരണ വീട്ടിൽ സ്ഥിരം നടക്കുന്നൊരു കലാപരിപാടിയാണ് ഈ ആൽബം തപ്പൽ, അല്ലേ? ഞങ്ങൾ ഫോട്ടോഗ്രാഫർമാർക്ക് ഈ ബുദ്ധി നന്നായിട്ട് അറിയാം. കാരണം ഇത് നല്ല വലിയ ഫ്രെയിം വേണമെങ്കിൽ നല്ല പടം വേണം, അല്ലേ? ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന അപ്പൻ്റെ പടം ഉണങ്ങി മക്കൾ പറയും, ചേട്ടാ വലിയ ഫ്രെയിമൊന്നും വേണ്ട, ചെറുത് മതി, നാട്ടുകാരെ കാണിക്കാൻ കൊള്ളാമെന്ന് അല്ല, അതുകൊണ്ട് എന്ത് വേണം? ചെറുത് മതി, എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കാം, അപ്പോൾ കാശ് കുറയും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ചാവാറായ വല്യമ്മമാരെയും വല്യപ്പന്മാരെയും കാണുമ്പോൾ പറ്റിയ ഒന്ന് നിർത്തി കൊള്ളാവുന്നൊരു ഫോട്ടോ എടുത്ത് നമ്മളത് നേരെ റെഡിയാക്കി വയ്ക്കും. കാരണം എന്താ? നാളത്തെ ബിസിനസ്സാണ്, നാളെ വരുമാനം കിട്ടേണ്ട ഒരു മേഖലയാണ്. കാരണം ഇങ്ങോരെന്തായാലും മരിക്കുമ്പോൾ കൊള്ളാവുന്നൊരു ഫ്രെയിം നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ശ്രദ്ധിച്ചു, എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും ഈ ബുദ്ധിയുണ്ട്, എല്ലാവന്മാർക്കും ഈ ബുദ്ധിയുണ്ട്. ഈ അമ്മച്ചിമാരും അപ്പച്ചന്മാരും പ്രായമായവരൊക്കെ കല്യാണച്ചക്കൻ്റെ കൂടെ നിന്ന് പടം എടുക്കാൻ നിൽക്കുമ്പോൾ ലാസ്റ്റ് ചെക്കനെ മാറ്റിയിട്ട് അമ്മച്ചീനെ മാത്രം നിർത്തിയൊരു പടം എടുക്കുമ്പോൾ വിചാരിക്കും ഈ ഫോട്ടോഗ്രാഫർക്ക് അമ്മച്ചിയോട് ഭയങ്കര സ്നേഹമാണെന്ന്, അല്ലേ? ഒരു സ്നേഹം ഉണ്ടായിട്ടല്ല, നാളത്തെ ബിസിനസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കൊള്ളാവുന്നൊരു ഫ്രെയിം ചെയ്ത് വെക്കണമെന്നൊരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ അത് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇനി നിങ്ങൾ പരിശോധിച്ചോ? എല്ലാവർക്കും അത് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ചിരിച്ചേ, അല്ലേ? എല്ലാവർക്കും അത് അനുഭവമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം പറഞ്ഞതാ, നോണയൊന്നും പറഞ്ഞതൊന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മരിച്ചവരുടെ ഇടയിൽ എന്ത് ചെയ്യും? മരിച്ചു കഴിയുമ്പോൾ ആൽബം തപ്പി ഒരു ഫോട്ടോ എടുത്ത് കൊള്ളാവുന്ന രീതിയിൽ ഫ്രെയിം ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? ഡാവിഞ്ചി വരച്ച അതിങ്ങനെ ഇരിക്കുന്നൊരു സാധനം, അല്ലേ? ഉണ്ടല്ലോ, അല്ലേ? ഒരു താടിക്കാരൻ ഇപ്പം ഇല്ലേ, ഇപ്പോൾ കുറേ പേരുടെ വീട്ടിൽ നിന്നൊക്കെ പോയി. എന്തായാലും ഈ സമൂഹത്തിൽ എനിക്കത് പറയാൻ പറ്റത്തില്ല കാര്യമായിട്ട്, എന്നാലും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല.
ചില വീടുകളിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് കുറേ അനുഗ്രഹം കിട്ടട്ടെ അത് വെച്ചിട്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. ഇതിനകത്ത് ഒരു ചെറിയൊരു പെട്ടെന്ന് ദൈവാത്മാവ് ബോധ്യം തന്നൊരു കാര്യമാണ് ഞാൻ പറയാം. ഈ ലാസ്റ്റ് സപ്പർ എന്നൊരു സംഭവമാണ് നമുക്കറിയാം ഡാവിഞ്ചി വരച്ചത് അല്ലേ, ലാസ്റ്റ് സപ്പർ അല്ലേ. വിശുദ്ധ കുർബാന ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്നു എന്ന് പറയുന്ന സഭ അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. യേശുവിൻ്റെ ശരീരവും രക്തവും തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെട്ട അപ്പവും വീഞ്ഞും എന്ന് പറയപ്പെടുന്ന സഭ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഞാനിനി ആ സഭേനെ പേരെടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് അതിനെ അതീവ വിശുദ്ധിയോടെ കാണുകയും അതിനൊരു തരി പോലും കളയാതെ അല്ലെങ്കിൽ അത്രത്തോളം വിശുദ്ധമായി കാണുകയും ചെയ്യുന്നൊരു സഭ ഉണ്ടല്ലോ അല്ലേ. നിങ്ങൾ വിശ്വസിക്കുന്ന സഭ. ഈ ലാസ്റ്റ് സപ്പർ എന്നൊരു പടം നിങ്ങൾ ശ്രദ്ധിച്ചോ, ആത്മാർത്ഥമായി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. അതിൻ്റെ അകത്ത് യേശുവിൻ്റെ ശരീരരക്തങ്ങളെ അവഹേളിക്കുന്നൊരു ചിത്രമുണ്ട്. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു നോക്കിക്കോ. യേശുവിൻ്റെ രക്തത്തെ അവഹേളിക്കുന്ന, ഈ രക്തം ഒന്നിനും കൊള്ളത്തില്ല എന്ന് അവഹേളിക്കുന്ന ഒരു ഹിൻഡ് അതിൻ്റെ ഇടയിലുണ്ട്. നിങ്ങൾ ഇനി പോയി ശ്രദ്ധിച്ചു നോക്കിക്കോ. അതിങ്ങനെയാണ്, ഡാവിഞ്ചി വരച്ച ലാസ്റ്റ് സപ്പറിൽ ഒരു കാസ മറഞ്ഞു കിടക്കുകയും ആ കാസയിൽ നിന്ന് വീഞ്ഞ് താഴോട്ട് ഒഴുകുകയും ചെയ്യുന്നൊരു ചിത്രമുണ്ട്. നിങ്ങൾ എത്ര പേര് പരിശോധിച്ചു എന്നറിയില്ല. നിങ്ങളുടെ എല്ലാം വീടുകളിലും ഈ ലാസ്റ്റ് സപ്പറിൻ്റെ പടം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ. വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ വെർഷനിൽ ഈ സംഭവം കാണാൻ പറ്റും. ലാസ്റ്റ് സപ്പറിൽ ഒരു കാസ മറഞ്ഞു കിടക്കുകയും അതിൽ നിന്ന് വീഞ്ഞ് എന്ത് ചെയ്യുക, ഒഴുകി പുറത്തോട്ട് പോവുകയും ചെയ്യുക. നമ്മളെന്താ പറയുന്നത്, ഇത് യേശുവിൻ്റെ ശരീരരക്തമാണ്, ഇത് ബഹുമാനിക്കണം, ഇതെന്ത് ചെയ്യണം, ഒരല്പം പോലും പോകരുത്. ഈ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ കൊടുക്കാൻ മടിക്കുന്നതെന്ന് പറയാമോ, രക്തം കൊടുക്കാൻ. അതായത് നിങ്ങൾ അപ്പം മാത്രം കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഈ സായിപ്പിൻ്റെ ഉടായ്പ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ സായിപ്പ് ആ ഉടായ്പ പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും അച്ഛന്മാരോട് പോയിട്ട്, എന്താ നമുക്ക് തരാത്തത്? അത് ഇനി കൊടുക്കുന്ന സമയത്ത് താഴെ എങ്ങാനും പോയാൽ അത് അതീവ വിശുദ്ധമായി കാത്തു പരിപാലിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അത് കൊടുക്കാറില്ല. പകരം എന്ത് ചെയ്യും, ആൾത്താരിൽ വെച്ച് തന്നെ അത് അതിന് തളിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിന് രക്തമുണ്ട്, നീ ധൈര്യമായിട്ട് കഴിച്ചോ. ഇതാണ് അവർ പറയുന്നൊരു ന്യായീകരണം. ഈ പറയുന്ന ന്യായീകരണം പറയുന്ന ആ ആൾത്താരയിൽ നിങ്ങൾ നോക്കിക്കോ, ഈ പറയുന്ന സാധനം ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ടോ, ഒരെണ്ണം താഴോട്ട് ഒഴുകുന്നുണ്ട്. ആരും പരിശോധിച്ചിട്ടില്ലല്ലേ, ആർക്കും അത് ബോധ്യമില്ല. ആരെങ്കിലും വെറുതെ ഗൂഗിളിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തോ, കുഴപ്പമില്ല. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കല്ലറ പിളർക്കപ്പെട്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പൊട്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇത് മാറ്റപ്പെട്ടത് എന്ന് നമ്മൾ നോക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, അത് നമുക്ക് വേണ്ടിയിട്ടാണ്. അത് പത്രോസിനും യോഹന്നാനും അതിൻ്റെ അകത്ത് കയറാനാണെങ്കിൽ അവരുടെ പിന്തലമുറക്കാരായ നമുക്കും എന്ത് ചെയ്യണം, വിശ്വാസത്തിലേക്ക് നമ്മളും കടന്നു വരേണ്ടതിന് അവനെ മരിച്ചവരുടെ ഇടയിലല്ല നമ്മൾ തപ്പേണ്ടത്, പകരം അവനോ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവനോ ഉയർപ്പിക്കപ്പെട്ടവരുടെ ഇടയിലാണ് നിങ്ങൾ അവനെ പരിശോധിക്കേണ്ടത്, മരിച്ചവരുടെ ഇടയിലല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോഴും അവനെ മരിച്ചവനായി കണക്കൂട്ടുക. നമ്മുടെ വീട്ടിൽ ചിത്രം വയ്ക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ഒരു ചോദ്യമാണ്, അല്ല നിങ്ങളുടെ അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഒരു ഫോട്ടോ വയ്ക്കും ഇല്ലേ? നിൻ്റെ അപ്പനും അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അവനെ കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? അവനെ ഒരു ഫോട്ടോ വെച്ച് അതിൽ ഒരു സീറോ ബൾബ് ഇട്ട് അല്ലെങ്കിൽ ഒരു പൂമാല ഇട്ട് അതിനെ ഒന്ന് നോക്കും. അപ്പോൾ നിൻ്റെ അപ്പനും അമ്മയോടുള്ള സ്നേഹം പോലെ നിനക്ക് ഈശോയോടും ഇല്ലേ? നിനക്ക് എന്തുകൊണ്ടൊരു ചിത്രം വെച്ചുകൂടാ? ഇതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യം. അവരോട് മറുപടി പറയാൻ ഒറ്റ മറുപടിയുള്ളൂ, നിന്റെ ക്രിസ്തു മരിച്ചവനായിരിക്കും, പക്ഷേ എൻ്റെ ക്രിസ്തു അവൻ ഉയർപ്പിക്കപ്പെട്ടവനാ. അവനെ മരിച്ചവരുടെ ഇടയിൽ തപ്പേണ്ട കാര്യമില്ല, അവനെ വ്യക്തമായിട്ടറിയാം. അവൻ നമ്മുടെ ഇടയിൽ ജീവനോടെ ഇന്നും ഇരിക്കുന്നവനാ. യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഇന്നും നമ്മളോടൊപ്പം വസിക്കുന്നവനാ. അതുകൊണ്ട് അവനെ മരിച്ചവരുടെ ഇടയിൽ തപ്പുന്നവരല്ല, ഉയർപ്പിക്കപ്പെട്ടവൻ്റെ ഇടയിൽ അവനുള്ളത്. അവനോ ഇന്ന് സ്വർഗത്തിൽ ശക്തനായി, രാജാതിരാജാവായി, കർത്താതി കർത്താവായി അവൻ ഉന്നതങ്ങളിൽ വാഴുന്നവനാ. അവനെ ഞങ്ങൾ മരിച്ചവരുടെ ഇടയിൽ തപ്പാറില്ല, അവനോ ജീവിക്കുന്നവനാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രണ്ടാമത്തെ വാക്യം നമുക്കൊന്നുകൂടി വായിക്കാം. മത്തായി സുവിശേഷം അതിന് 28:2. അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞ് പോലെ വെളുത്തതും. ഈ ഒരു ദൂതനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ദൂതൻ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ പല സന്ദർഭങ്ങളിൽ ഈ ദൂതൻ എന്ന് പറയുന്നത് കാണാനല്ലേ, ദൈവത്തിൻ്റെ ദൂതൻ, യഹോവയുടെ ദൂതൻ എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 300-ലധികം പ്രാവശ്യം എന്താണ്ട് ദൂതനെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നുണ്ട്, പ്രസ്താവിക്കുന്നുണ്ട്. ഈ ദൂതന് തന്നെ 2 തലമുണ്ട് എന്നുള്ളത് ബൈബിൾ പറയുന്നുണ്ട്. ഒന്ന്, ചില ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ പ്രത്യക്ഷതയിൽ ദൂതൻ തന്നെ ദൈവിക
വെളിപ്പാടുകൾ, അല്ലെങ്കിൽ താൻ ദൈവമാണെന്ന അവകാശവാദം, അല്ലെങ്കിൽ ആ തലത്തിൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ദാനിയേലിൻ്റെ മുൻപിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ പ്രത്യക്ഷപ്പെട്ടു. നമ്മളത് വായിച്ചിട്ടുള്ളതാണ്. അത് ആരാണെന്നാണ് നമ്മൾ പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണെന്നുള്ളത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ദാനിയേലിൻ്റെ മുൻപിൽ മനുഷ്യപുത്രനെ പോലെ. നമ്മൾ പഴയ നിയമത്തിലും പല സന്ദർഭങ്ങളിലും ഇങ്ങനത്തെ ഒരു പ്രത്യക്ഷത നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കുക. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം. മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറെ. ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ദൂതനെ കുറിച്ച് പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവനയാണ് അവിടെ കാണുന്നത്. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിന്റെ 31:11 ഒന്ന് വായിക്കാമോ? അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബെ എന്ന് വിളിച്ചു. ഇതാ ഞാൻ എന്ന് ഞാൻ വിളി കേട്ടു. ദൂതൻ പറഞ്ഞു, തല ഉയർത്തി നോക്കുക, ഇണചേരുന്ന മുട്ടാടുകളെല്ലാം പൊട്ടും പുള്ളിയും വരയുമുള്ളവയാണ്. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. 13-ാം വാക്യം വായിച്ചു. നീ കൽത്തൂണിന് അഭിഷേകം ചെയ്യുകയും വ്രതമെടുക്കുകയും ചെയ്ത സ്ഥലമായ ബേതലിലെ ദൈവമാണ് ഞാൻ. അപ്പൊ ദൂതൻ പറയുന്നത് എന്താ? ബേതലിലെ ദൈവമാണ് ഞാൻ എന്ന് ആര് പറയാണ്? ദൂതൻ പറയാണ്. അപ്പൊ ദൂതനാണോ ദൈവം യഥാർത്ഥത്തിൽ? ആ ദൂതൻ അവകാശപ്പെടുന്നത് ബേതലിലെ ദൈവം എന്നാണ്. പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ ചില ലെവലുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇന്ന് കാണുന്ന ഒരു തലത്തിലല്ല വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ദൂതന്മാർ വരികയും, എന്നാൽ ദൂതൻ ദൈവം തന്നെയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചില മേഖലകൾ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു തലമുണ്ട്. വീണ്ടും പുറപ്പാട് പുസ്തകം അതിന് 3-ാം അധ്യായം 2 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2 മുതൽ വാക്യങ്ങൾ. അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. മുൾപ്പടർപ്പിന്റെ അകത്തുണ്ടായിരുന്ന ആരാണെന്ന് പറയുന്നത്? മുൾപ്പടർപ്പിന്റെ അകത്തുണ്ടായിരുന്ന അത് യഹോവയാണെന്നല്ല പറയുന്നത്, അല്ലേ? അങ്ങനെയല്ല പറയുന്നത്. ആ വാക്യം 3:2 വായിക്കാമോ? 3:2 നമ്മൾ തുടക്കം വായിച്ചത്. അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ടു. അവിടുത്തെ ആ അഗ്നിയുടെ മുള്ളിൽ പ്രത്യക്ഷപ്പെട്ടത് ആരായിട്ടാണ് പറയുന്നത്? കർത്താവിന്റെ ദൂതനായിട്ടാണ് പറയുന്നത്. പക്ഷേ മോശ അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് അതേ അഗ്നിയുടെ മധ്യത്തിൽ നിന്നും തിരിച്ചു വിളിച്ചു പറയുന്നത് ഞാൻ ആരാണ്? ഞാൻ ദൈവമാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതിൻ്റെ ക്ലാരിറ്റി കിട്ടിയോ? 2 തലം നമുക്കവിടെ കാണാം. ഒന്ന്, മോശയ്ക്ക് വെളിപ്പെട്ടത് ദൂതനാണെന്ന് മോശയ്ക്ക് തോന്നുന്നു, പക്ഷേ ദൂതൻ അവിടെ വിളിച്ചു പറയുന്നു ഞാൻ ദൂതനല്ല, ഞാൻ യഹോവയാണെന്നുള്ള തലത്തിലാണ് അവിടെ വിളിച്ചു പറയുന്നത്. അതായത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത തന്നെ നമുക്ക് പല സന്ദർഭങ്ങളിലും പഴയ നിയമത്തിൽ ഇതേ തലത്തിൽ, അതായത് ദൂതൻ എന്ന് പറയുമ്പോൾ 2 തലത്തിലുണ്ട്. ഒന്ന്, അദൃശ്യനായ ദൈവിക ദൂതന്മാരെ, അല്ലെങ്കിൽ നമ്മൾക്ക് സഹായകരമായ, നമ്മളെ വഴി നയിക്കുന്ന. ഇപ്പോൾ ഈ ഹോളിൽ ദൂതനുണ്ടോ? ഉണ്ടോ? നമ്മളെ സഹായിക്കാൻ ദൈവിക ദൂതന്മാരുണ്ട്. ഞങ്ങളുടെ രാത്രിയിൽ, ഇന്നത്തെ യാത്രയിൽ ദൂതന്മാരുണ്ട്. ഞാൻ പലപ്പോഴും രാത്രി വണ്ടി ഓടിച്ചു പോരുമ്പോൾ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ നിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം മുൻപിലും പിൻപിലും ഞങ്ങൾ വഴി നയിക്കണമേ. കാരണം സത്യത്തിൽ 3 ദിവസത്തെ അടുപ്പിച്ചുള്ള ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ നല്ല ഉറക്കത്തിൻ്റെ മേഖലയായിരിക്കും. പക്ഷേ ദൈവദൂതന്മാരെന്ന് എന്ത് ചെയ്യും? സംരക്ഷിച്ച് ഞങ്ങളിവിടെ നിർത്തും, ഇവിടെ എത്തിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഞങ്ങൾക്കത് ദൂതന്മാരെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ പല സന്ദർഭങ്ങളിൽ നിങ്ങൾ ബൈബിൾ വായിച്ചോ, ദൂതന്മാരെ കണ്ടതായിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താ വിശ്വാസം? എനിക്ക് പ്രത്യാശിക്കുന്നത് ലഭിക്കും. അതായത് എൻ്റെ പ്രത്യാശ സ്വർഗരാജ്യമാണ്. അടുത്ത കാര്യം, കാണപ്പെടാത്ത ചില മേഖലകൾ, അതായത് ദൂതന്മാരുടെ സൈന്യം നമുക്ക് ചുറ്റുമുണ്ടെന്നും ദൈവിക നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത മറ്റൊരു ലോകവും എന്തുണ്ട്? നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് യഥാർത്ഥ വിശ്വാസം എന്നുള്ളത് ദൈവത്തിൻ്റെ അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കാണപ്പെടാത്തൊരു ദൂതന്മാരുടെ ഒരു സമൂഹം നമുക്കുമുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം പറയുന്നുണ്ട്, 1000 അവൻ്റെ ദൂതന്മാർ 10,000 എന്നുള്ളൊരു വാക്യം നമ്മളവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവിക സഭയ്ക്ക് സംരക്ഷണമായി ഒരു ദൂതന്മാരുടെ സംരക്ഷണം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ വിശുദ്ധ ബൈബിളിൽ പലപ്പോഴും കാണപ്പെടുന്ന ദൂതന്മാരെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? പറയപ്പെടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണ് ഞാൻ നേരത്തെ മോശയ്ക്ക് മുൻപിൽ വെളിപ്പെട്ടത് കാണിച്ചത്. മോശ എന്ത് ചെയ്തു? അഗ്നിയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ദൂതനെ ദർശിച്ചു. അവനിത് അടുത്ത് വന്നപ്പോൾ യഹോവ പറഞ്ഞു, നീ നിൽക്കുന്ന പരിശുദ്ധമാണ്, നീ ഇങ്ങോട്ട് വരരുത്. അത് യഹോവ തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ.
അത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയായിട്ടാണ്. അല്ലെങ്കിൽ കാണപ്പെടുന്ന ഒരു വ്യക്തത അല്ലെങ്കിൽ ആ ദൂതൻ എന്നുള്ളതല്ല, അതിലുമുപരി ചില മേഖലകളാണ് നമ്മൾ കാണുന്നത്. വീണ്ടും മത്തായി സുവിശേഷം അതിൻ്റെ 28-ന്റെ 2-ാം വാക്യത്തിലേക്ക് നമ്മൾ വരിക. മത്തായി സുവിശേഷം 28-ന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വരിക. വായിക്കാം. അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞ് പോലെ വെളുത്തതും. അപ്പം ഇതാരായിരിക്കും? നമ്മൾ പരിശോധിച്ച് നോക്കണം, ഇത് ആരായിരിക്കും? കാരണം എന്താ? ഇവർ നഗ്നനേത്രം കൊണ്ട് ഇവർ കണ്ടു, അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതാണ്. പണ്ട് താബോർ മലയിൽ എങ്ങനെ വെളുത്തുവോ അല്ലെങ്കിൽ എങ്ങനെ പ്രകാശിച്ചുവോ അതുപോലെ തന്നെ വെളുത്ത് നിൽക്കുന്ന ഒരു കർത്താവിൻ്റെ ദൂതനാണ്. അവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതാണ്. മാത്രമല്ല 4-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 4-ാം വാക്യം വായിച്ചോ. അവനെക്കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ഇവിടെ ഒരു വ്യത്യസ്തമായൊരു കാര്യമുണ്ട്. 4ഉം 5ഉം കൂടി കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ദൈവസഭയ്ക്കുള്ള വ്യത്യാസവും അവിശ്വാസികൾക്കുള്ളൊരു മേഖലയെ നമുക്ക് വെളിപ്പെടുത്തുക. അതോട് കഴിഞ്ഞിട്ട് നമ്മൾ ആരാധനയിലേക്ക് കടന്നു പോവുക. ഈ ഒരു ബോധ്യം ലഭിച്ചാലാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതീകം അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ നിസ്തുല്യത, അവൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും അവനെ മഹത്വപ്പെടുത്താനും സാധിക്കും. ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത നമ്മൾ തിരിച്ചറിയണം. 4-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഇങ്ങനെയാണ്: കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവനെ പോലെ ആയി. അപ്പോൾ കാവൽക്കാർ അപ്പോഴും അവിടെ ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന കുസ്റ്റോഡിയൻസ് എന്നറിയപ്പെടുന്ന സൈന്യം അപ്പോഴും അവിടെയുണ്ട്. അവർ പോയിട്ടില്ല. ഞാൻ തുടക്കം ഒരു കാര്യം പറഞ്ഞു, ആര് നമുക്ക് കല്ലറ മാറ്റി തരും അല്ലെങ്കിൽ അത് മാറ്റിവെക്കും. മാത്രമല്ല കാവൽക്കാർ അവിടെ ഉണ്ട് എന്നൊരു ഭയവും ആർക്കുണ്ട്? യഥാർത്ഥത്തിലുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഭയപ്പെട്ടോ ആകുലപ്പെട്ടോ അല്ല മഗ്ദലേന മറിയം പോകുന്നത്. എൻ്റെ നാഥനോടുള്ള സ്നേഹത്തിലും പ്രത്യാശയിലും പ്രതീക്ഷയിലുമാണ് അവൾ നടന്നെടുക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ കാവൽക്കാരവിടെയുണ്ട്. ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ആ പ്രത്യക്ഷതയിൽ എന്ത് സംഭവിച്ചു? കാവൽക്കാർ ഭയപ്പെട്ട് മരിച്ചവനെ പോലെയായി അവൻ പിന്നോട്ട് മറഞ്ഞു വീണു എന്ന് വ്യക്തമായിട്ട് വായിക്കുന്നു. 5-ാം വാക്യം വായിക്കുക. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. ശ്രദ്ധിക്കണേ, ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു. കാവൽക്കാരോട് പറഞ്ഞോ? അവർക്കെന്ത് സംഭവിച്ചു? ഭയപ്പെട്ട് മരിച്ചവനെ പോലെ കിടക്കുക. പക്ഷെ സ്ത്രീകളോട് പറയുകയാണ് ഭയപ്പെടേണ്ട. വിശ്വാസികളോട്, പ്രത്യാശയുള്ളവരോട് പറയുകയാണ് നീ എന്ത് ചെയ്യണ്ട, നീ ഭയപ്പെടേണ്ട, ഇതാ ഞാൻ തന്നെയാണ്, മഹത്വമുള്ളവനാണ് എന്ന് അവൻ വെളിപ്പെടുത്തുകയും അവൻ്റെ ഉയർപ്പിനെ കുറിച്ച് അവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുക. എന്നാൽ നേരെ തിരിച്ച് ലോകത്തിൻ്റെ മക്കളോട്, അവിശ്വാസികളോട്, കാവൽക്കാരോട് കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവ് ഇത് പറയുന്നത് നമ്മൾ കാണുന്നില്ല. പകരം അവൻ മരിച്ചവരെ പോലെ ഭയപ്പെട്ട് കിടക്കുക. ഇന്ന് ദൈവസഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ വിശ്വസിക്കുന്നെങ്കിൽ, വിശ്വാസത്തിൻ്റെ പ്രത്യാശ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ അവൻ്റെ മഹത്വത്തിൽ നീ കാണുകയും അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിയുറച്ച ആഴത്തിലുള്ള വേരുകൾ നിന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെടുകയും ചെയ്യും. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടുന്ന് പറയുന്നത് അവൻ മരിച്ചവരുടെ ഇടയിലല്ല, അവനോ ഉയർപ്പിക്കപ്പെട്ടവനാണെന്ന് വിശ്വാസത്തോടെ നമ്മൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വീണ്ടും കടൽക്കരയിലേക്ക് യേശു നടന്നു വരുമ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചത് ഭൂതമാണെന്ന്. യേശു പറഞ്ഞു, മക്കളെ ഭയപ്പെടേണ്ട, ഇത് ഞാനാ. നിങ്ങൾ നോക്കുവിൻ, ഭൂതത്തിന് എന്നെ പോലെ ശരീരമില്ലല്ലോ, എന്നെ പോലെ അല്ലല്ലോ ഭൂതം നിൽക്കുന്നത്. മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാ, ഉയർപ്പിക്കപ്പെട്ടവനാ. നീ അവനിലാ വിശ്വസിക്കുന്നെങ്കിൽ നീ ഒന്നിനും ഭയപ്പെടേണ്ട. അല്ല, നീ ഫോട്ടോയിലും അല്ലെങ്കിൽ നീ മരിച്ചവരുടെ ഇടയിലുമാണ് നീ യേശുവിനെ തിരയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഭയപ്പാടോടുകൂടി നീ നോക്കണം. കാരണം ആ കാവൽക്കാർ കണ്ട വിശ്വാസമേ നിനക്കുള്ളൂ. ആ കാവൽക്കാർ കണ്ട ആ ഒരു മേഖലയെ നിനക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് നീ കടന്നിട്ടില്ല. പക്ഷെ ജീവിക്കുന്നവരുടെ ഇടയിലാണ് നീ ക്രിസ്തുവിനെ കാണുന്നുവെങ്കിൽ അവൻ്റെ മഹത്വം നീ ദർശിക്കും. അവനിലാണ് നീ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവനിൽ നീ പ്രത്യാശയർപ്പിക്കും. അതോ അവനെ കാണപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചില വെളിപ്പാടുകൾ നിനക്ക് ലഭിക്കുന്ന തലത്തിൽ ദൈവം നിന്റെ മുൻപിൽ വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് കർത്താവ് പറയുക. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ദാനിയേലിന്റെ പുസ്തകത്തിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവനെ കണ്ടപ്പോൾ താൻ മരവിച്ചവനെ പോലെ ആയി എന്ന് ദാനിയേൽ പറയുന്നുണ്ട്. പക്ഷേ പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് പുതിയ നിയമത്തിൽ നമുക്ക് നൽകുന്നൊരു ദൈവിക വെളിപ്പാടുണ്ട്.
ഉയർപ്പിക്കപ്പെട്ടവനെ നീ കാണുമ്പോൾ നീ ഭയപ്പെടേണ്ട. അവൻ്റെ സാന്നിധ്യം നിന്റെ മുൻപിൽ വരുമ്പോൾ നീ ഭയപ്പെടേണ്ട. കാരണം അവൻ നിനക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്, അവൻ നിനക്ക് വേണ്ടിയിട്ടാണ് കഷ്ടം അനുഭവിച്ചത്, അവൻ നിനക്ക് വേണ്ടിയിട്ടാണ് കാൽവരിയിലേക്ക് നടന്നെടുത്തത്. അവൻ പ്രഖ്യാപിച്ചു, ഞാൻ എൻ്റെ ജീവൻ വിട്ടുകൊടുക്കുമ്പോൾ അത് ആരും എന്നിൽ നിന്ന് എടുക്കുകയില്ല, ഞാനത് സ്വയമേ അവന് വിട്ടുകൊടുക്കുക. മാത്രമല്ല ഞാനത് തിരിച്ചെടുക്കുകയും ഞാൻ ഉയർപ്പിക്കപ്പെടുകയും ചെയ്യും. ഇന്ന് സ്വർഗത്തിൻ്റെ ഏകവാതിലായ അടഞ്ഞിരുന്ന സ്വർഗത്തിനെ അതിനെ തുറന്നുകൊണ്ട് എനിക്കും നിനക്കും അതിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ദൈവം ഇതാ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുക. യേശു ഇതാ ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുക. അത് യേശു ആ വാതിൽ, അവനാ നിനക്ക് വേണ്ടി ഇത് തുറന്നു വെച്ചത്. ഈ വിശ്വാസത്തിൽ നീ ഇന്നായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ചില ദൂത് നിനക്ക് ലഭിക്കാൻ പോവുക. ഹല്ലേലൂയ. ചില പ്രത്യക്ഷത ഇന്ന് യേശുവിനെ നീ ഇന്ന് ആത്മാവിൽ ദർശിക്കാൻ പോവുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഇന്ന് ഞാൻ ആരാധിക്കുമ്പോൾ അവനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നവനെ പോലെയല്ല അവൻ ആരാധിക്കേണ്ടത്. ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു, അവൻ ജീവനുള്ള ദൈവം, അവനാണ് യഥാർത്ഥ സത്യദൈവം, അവനാണ് സത്യ യഹോവ, അവനാണ് സർവ്വത്തിന് മീതെയുള്ളവൻ, അവനാണ് സൃഷ്ടാവായ ദൈവം. അവനിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. അവൻ എന്നെ വീണ്ടെടുക്കുന്നവൻ, അവൻ വാനമേഘങ്ങളിൽ വരും, അവനെ ഞാൻ ഏറ്റെടുക്കും, അവനെ ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കും.